ഗൂഗിൾ മാപ്പ് വഴി ജീപ്പിൽ സഞ്ചരിച്ച യുവാവ് തോട്ടിൽ വീണു. ബോണി എന്ന യുവാവിന്റെ ജീപ്പാണ് വഴിതെറ്റി കൊച്ചമനം തോട്ടിൽ വീണത്. കോതമംഗലത്ത് നിന്നും പുന്നമട ഭാഗത്തേക്ക് യാത്ര ചെയ്യവെയാണ് അപകടം ഉണ്ടായത്. ദേവൻ എം പി ചേരുന്നു വിവരങ്ങളുമായി. ദേവൻ, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യമായ പരിക്കു മറ്റോ പറ്റിയിട്ടുണ്ടോ? ലക്ഷ്മി, ഇന്നലെ രാത്രിയാണ് സംഭവം. രാത്രി 8:45 ഈ സംഭവം നടക്കുന്നത്. കോതമംഗലത്ത് നിന്നും ആലപ്പുഴയിലേക്ക് എത്തിയ പുന്നമട വഴി ആലപ്പുഴയിലേക്ക് എത്തിയ കോതമംഗലം സ്വദേശി ബോണി എന്ന ആൾക്കാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇയാൾ പുന്നമടയിലെ ഒരു ആയുർവേദ സ്ഥാപനത്തിലേക്ക് ചികിത്സയ്ക്കായി എത്തിയതായിരുന്നു. ഇതിൽ ഗൂഗിൾ മാപ്പ് നോക്കി ഇതുവഴി വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു ഇടറോഡിലേക്കുള്ളൊരു വഴി ഈ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. തുടർന്ന് ആ വഴി കയറിയപ്പോഴാണ് ഇദ്ദേഹം സഞ്ചരിച്ച വാഹനം തോട്ടിലേക്ക് വീഴുന്നത്. ഇത്തരത്തിൽ കുട്ടനാട്ടിലെ നിരവധി മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മഴയിൽ റോഡുകളെല്ലാം തന്നെ ഈ തോടിന് സമാനമായി വെള്ളക്കെട്ടിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ പല ഇടറോഡുകളും വലിയ രീതിയിൽ വെള്ളക്കെട്ട് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായി ഇതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് ഒരുപക്ഷെ റോഡുകൾ കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കാൻ ഒരു പ്രയാസമുണ്ടാകും. അതുമാത്രമല്ല, ഗൂഗിൾ മാപ്പിൽ ഇത്തരത്തിൽ ഒരു ഇടറോഡ് കാണിച്ചത് പ്രകാരമാണ് ഇദ്ദേഹം ഈ റോഡിലേക്ക് വാഹനം കയറ്റിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ അപകടത്തിൽ ബോണി എന്ന യുവാവിന് വലിയ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടുള്ള എന്നത് ആശ്വാസകരമായ കാര്യമാണ്. നാട്ടുകാർ ഉടൻ തന്നെ അവിടെ ഓടിക്കൂടുകയും ഇയാളെ വാഹനത്തിൽ നിന്നും പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് ഈ വാഹനം കരയിൽ നിന്നും തോട്ടിൽ നിന്നും കരയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കുട്ടനാട് വഴിയൊക്കെ സഞ്ചരിക്കുന്ന യാത്രക്കാർ, പ്രത്യേകിച്ച് മഴ സമയത്ത് ഇതുവഴി സഞ്ചരിക്കുന്ന വാഹന യാത്രക്കാർ ഈ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്തണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഈ മേഖലയിലെ റോഡുകളെല്ലാം തന്നെ ഇപ്പോൾ വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി ഇതുവഴി സഞ്ചരിക്കുന്ന ആളുകൾക്ക്, ഒരുപക്ഷെ യാത്രക്കാർക്ക് ഈ റോഡുകൾ തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലുള്ള വെള്ളക്കെട്ടാണ് തുടരുന്നത്. അത് ഒരു തരത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ അപകടത്തിൽ യുവാവിന് കാര്യമായ പരിക്കുകൾ ഏറ്റിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ലക്ഷ്മി, ദേവൻ എം പിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന്.